അതിതീവ്ര മഴയെ തുടർന്ന് പമ്പ നദിയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ശബരിമല നട തുറക്കുന്ന ഓഗസ്റ്റ് 2, 3 തീയതികളിൽ ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളവർ കഴിവതും യാത്ര ഒഴിവാക്കണമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതിതീവ്ര മഴ തുടരുന്നതിനാലും മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാലുമാണ് ബോർഡിന്റെ നിർദ്ദേശം. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഇപ്പോൾ ഈ നാളെയും മറ്റന്നാളുമൊക്കെ ശബരിമല ദർശനത്തിന് തീരുമാനമെടുത്തവർ തൽക്കാലത്തേക്ക് യാത്ര മാറ്റിവെക്കണം എന്ന അറിയിപ്പാണോ ഇപ്പോൾ ദേവസ്വം ബോർഡ് നൽകുന്നത്? തീർച്ചയായും സാധാരണ രീതിയിൽ ഓഗസ്റ്റ് 2, 3 തീയതികളിൽ എന്ന് പറയുന്നത് സ്വാഭാവികമായും നട തുറക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ട പോലെ ഒരു ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യം. അതിതീവ്രമായ മഴ തുടരുന്നു. പമ്പാ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു പശ്ചാത്തലം. ഈ ഒരു സാഹചര്യത്തിലാണ് നിറപുത്തരി ചടങ്ങുകൾക്ക് വേണ്ടി ശബരിമല നട തുറക്കുന്ന ഓഗസ്റ്റ് 2, 3 തീയതികളിൽ ശബരിമല ദർശനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള മുഴുവൻ ഭക്തന്മാരും ആ യാത്ര ഒഴിവാക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രംഗത്തെത്തിയിട്ടുള്ളത്. പ്രധാനമായും അവർ പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ 2 തവണ ഇനിയും നട തുറക്കുന്നുണ്ട്. അത് ഓഗസ്റ്റ് 16 മുതൽ 21 വരെ ചിങ്ങമാസ പൂജകൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. അതിനുശേഷം ഓഗസ്റ്റ് 24 മുതൽ 28 വരെ ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള പൂജകൾക്ക് വേണ്ടിയും തുറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2, 3 എന്നുള്ള തീയതികൾ ഒഴിവാക്കി ഈ മാസം തന്നെ മറ്റു ദിവസങ്ങളിൽ നട തുറക്കുമ്പോൾ ഭക്തജനങ്ങൾ എത്തുന്ന രീതിയിൽ ആ യാത്ര ക്രമീകരിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ വെള്ളപ്പൊക്ക സാധ്യത കൂടി നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭക്തരോട് ഈ ഒരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മനു.